നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിന് മുമ്പ് പുതിയ കോച്ച് ഉണ്ടാവുമോ? അതായത് ബ്ലാസ്റ്റേഴ്സ് ഇതാ പുതിയ കോച്ചിനെ കൊണ്ടുവരാൻ പോകുന്നു. പക്ഷേ സൂപ്പർ കപ്പിന് അദ്ദേഹം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട് എന്ന തരത്തിൽ ചിലർ വാർത്തകൾ പടച്ചുവിട്ടിരുന്നല്ലോ. ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത മാർക്കസ് മർഹുലാവോ നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കോച്ചുമായിട്ട് ഡീലിലേക്ക് എത്തുന്നു. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. ഒരു 24-48 മണിക്കൂറിനുള്ളിൽ, അതായത് ഒരു പക്ഷേ 2 ദിവസം, ഏറിയ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫൈനൽ വിവരം ലഭിക്കും, സൈനിങ് നടക്കും എന്നുള്ളതായിരുന്നു ആദ്യം മാർക്കസ് മർഹുലാവ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യം ചോദിക്കുകയാണ്, സൂപ്പർ കപ്പിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിലും ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം നൽകുന്നുണ്ട്. കാരണം ഇതിപ്പോൾ കോച്ചുമായി ബന്ധപ്പെട്ട നിരവധി റൂമറുകളാണെന്ന് ഇങ്ങനെ പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 കോച്ചുമാരുടെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. സ്പാനിഷ് കോച്ചാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ റൂമറുകളിലേക്ക് കടക്കുന്നില്ല. കാരണം അതിപ്പോൾ വളരെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് ആരാണ് എന്നുള്ളത് വ്യക്തമാകുമല്ലോ. പിന്നെ അതിൽ നമ്മളിങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്ന് തോന്നുന്നു. പിന്നെ പ്രചരിപ്പിച്ച ഒരു കാര്യം, പുതിയ കോച്ച് വന്നാലും അത് അടുത്ത സീസണിലേക്ക് ഉണ്ടാവുകയുള്ളൂ, സൂപ്പർ കപ്പിന് ഉണ്ടാവില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ പലരും പടച്ചുവിട്ടിരുന്നു. അപ്പോൾ ആ കാര്യത്തിലുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യം ഇന്നലെ മാർക്കസ് മർഹുലാവ് നൽകിയ വിവരം, കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കോച്ചിൻ്റെ കാര്യം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി കോൺട്രാക്ട് നെഗോസിയേഷൻ്റെ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. ക്ലബിന് അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ പുതിയ കോച്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. പിന്നാലെ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ പുതിയ കോച്ച് സൂപ്പർ കപ്പിന് മുമ്പ് അവൈലബിൾ ആയിരിക്കുമോ എന്ന്. അദ്ദേഹത്തിൻ്റെ മറുപടി യെസ്. സൈനിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയാണെങ്കിൽ അടുത്ത 24-48 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ആവും. ദെൻ അങ്ങനെ സംഭവിച്ചാൽ കോച്ച് ഈ മാസം അവസാനം തന്നെ കൊച്ചിയിലേക്ക് എത്തും. കോച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു അറൈവ് ഇൻ കൊച്ചി ലേറ്റർ ദിസ് മന്ത്. ഈ മാസത്തിൻ്റെ അവസാന ഭാഗത്ത് തന്നെ, അവസാന ഘട്ടമായി തുടങ്ങിയപ്പോൾ ഈ മാസം തന്നെ കോച്ച് കൊച്ചിയിലേക്ക് എത്തും. ഡെഫിനറ്റ്ലി അദ്ദേഹം സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കും. ഡെഫിനറ്റ്ലി ടേക്കിംഗ് ചാർജ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർ ദി സൂപ്പർ കപ്പ് എന്നാണ് മാർക്കസ് മർഹുലാവോ ഈ കാര്യത്തിൽ ഒരു വ്യക്തത നൽകുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.